ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നീഷ്യന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നൗഷാദ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടൂളാണ്. ഇത് നമുക്ക് ഇരുമ്പിനും മരത്തിനും സാധാരണയായിട്ട് തുറക്കാറുള്ള സ്റ്റാൻഡ് ഡ്രില്ലിന് ബദലായിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൈദ്യുതി ഇതിന് ആവശ്യമില്ല. വൈദ്യുതിയുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് ഇത് ഇരുമ്പിന് തുറക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. മെയിനായിട്ട് വേണ്ടത് ഒരു ബോൾട്ടാണ്. ഒരടി നീളത്തിലുള്ള ഒരു ബോൾ. ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ ത്രെഡ് ഉണ്ടാവാൻ പാടുള്ളൂ. ഈ ഒരു ബോൾട്ട് കറക്റ്റായിട്ട് ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു പൈപ്പിൻ്റെ കഷ്ണമാണിത്. ഒരു ഇരുമ്പിൻ്റെ പൈപ്പിൻ്റെ കഷ്ണം. അതേപോലെ തന്നെ 2 ബെയറിങ്. ഈ ബോൾട്ട് കറക്റ്റായിട്ട് ഇറങ്ങുന്ന 2 ബെയറിങ്. ഈ ഒരു ബോൾട്ടിൻ്റെ ഞെട്ട്. ഇത് ബെയറിങ്ങിൻ്റെ അകത്തുള്ള ഒരു കേസാണ്. ഇത് ഈ ബോൾട്ടിലേക്ക് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇറങ്ങുന്ന ഒരു പഴയ ബെയറിങ്ങിൻ്റെ ഒരു കേസാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ആംഗ്ലയറിൻ്റെ കഷ്ണമാണ്. ഇരുമ്പിൻ്റെ ആംഗ്ലയറിൻ്റെ ഒരു കഷ്ണം. ഏകദേശം 2 അടിയോളം മതിയാവും. അതേപോലെ തന്നെ ഇരുമ്പിൻ്റെ 1 ഇഞ്ചിൻ്റെ പട്ട. അതും ഏകദേശം 1 അടിയോ 1.5 അടിയോ മതിയാവും. അതേപോലെ തന്നെ ഒരു ഡ്രിൽ ബിറ്റിൻ്റെ ചക്ക്. ആദ്യം നമുക്ക് ഈ ഇരുമ്പിൻ്റെ ആംഗ്ലയറിനെ കട്ട് ചെയ്തെടുക്കാം. 1 അടി നീളത്തിലുള്ള 2 കഷ്ണമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ശേഷം നേരത്തെ എടുത്തു വെച്ച ഇരുമ്പിൻ്റെ പട്ട നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് 1 ഇഞ്ചിൻ്റെ പട്ടയാണ്. ആ പട്ട 9 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണവും 5 ഇഞ്ച് നീളത്തിലുള്ള 2 കഷ്ണവുമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന ഈ 3 1 ഇഞ്ച് പട്ടയുടെയും നടുവിലായിട്ട് ഓരോ ഹോള് വീതം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം വെൽഡിങ് ചെയ്തെടുക്കാം. അങ്ങനെ വെൽഡിങ്ങിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫിഷറെല്ലാം ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് പെയിൻറ്റിങ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം.
പെയിൻറ്റിങ് എല്ലാം ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിതിൻ്റെ അളവുകളെല്ലാം ഒന്നുകൂടി പറയാം. ഈ ഒരു ഭാഗം 2.5 ഇഞ്ച് നീളത്തിലുള്ളതാണ്. ഇതിൻ്റെ മുകളിലേക്കുള്ളത് 1 അടി നീളത്തിലുള്ളതാണ്. ഇത് 2 കഷ്ണമാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ 2 പീസുകളും ഈ 2 കഷ്ണമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1 ഇഞ്ചിൻ്റെ പട്ട. ഈ അടിഭാഗത്തുള്ള പട്ട 5 ഇഞ്ച് നീളത്തിലുള്ളതും മുകളിലുള്ളത് 7 ഇഞ്ച് നീളത്തിലുള്ളതുമാണ്. ഈ 3 പട്ടയുടെയും ഇടയിലൂടെ ബോൾട്ട് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ സ്ട്രൈറ്റ് ആയിട്ട് 3 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ആദ്യം മുകളിലുള്ള ഹോളിലേക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഇരുമ്പിൻ്റെ പൈപ്പിനെ ഇറക്കി വെക്കുകയാണ്. അതിനുശേഷം ആ ഇരുമ്പിൻ്റെ പൈപ്പിലൂടെ ആ ബോൾട്ടിനെ ഇറക്കി വെക്കുക. ചെറുതായിട്ട് ഷേക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ അടിച്ചതിന് ശേഷം ടൈറ്റാക്കി വെക്കാവുന്നതാണ്. അതിനുശേഷം ബെയറിങ്ങിനകത്തുള്ള ആ കേസ്, അതുപോലെ 2 ബെയറിങ്, ആ ഞെട്ട് ബോൾട്ടുകളാണ് നമുക്ക് ഇടേണ്ടത്. ആദ്യമായിട്ട് ബെയറിങ് കയറ്റി വെക്കാം. അതിനുശേഷം മറ്റൊരു ബെയറിങ്ങിനകത്തുള്ള ആ ഒരു കേസിനെ കയറ്റി വെക്കാം. ശേഷം ഞെട്ട് ഇതിലേക്ക് ടൈറ്റാക്കി വെക്കാം. ശേഷം മറ്റൊരു ബെയറിങ്ങിൻ്റെ അകത്തുള്ള കേസ്, അതിനുശേഷം വീണ്ടും ബെയറിങ്. ഈ ഒരു രൂപത്തിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഇതിനകത്ത് ഈ ബോൾട്ട് ഫ്രീ ആയിട്ട് കറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപത്തിൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഡ്രിൽ ചക്കിനെ നമുക്ക് ഈ ഒരു ബോൾട്ടിലേക്ക് ടൈറ്റാക്കി വെക്കാം. ഒന്നുകൂടി നന്നായിട്ട് ടൈറ്റ് ആകുന്നതിന് വേണ്ടി ഒന്ന് ത്രെഡ് സീൽ ടാപ്പ് ചുറ്റിയതിന് ശേഷമാണ് ടൈറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് ഒരു പലകയിൽ ഉറപ്പിക്കുകയാണ്. പലകയിലോ ഇരുമ്പിലോ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ എവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ബെഞ്ചിലൊക്കെ ടൈറ്റ് ചെയ്ത് നിർത്താവുന്നതാണ്. ഇനി ഇതിലൊരു ബിറ്റ് ഇട്ടതിന് ശേഷം ഇതുകൊണ്ട് ഹോൾ ഇടുന്നത് എങ്ങനെയാണ് എന്ന് കാണിക്കാം. ബോൾട്ടിൻ്റെ മുകളിലുള്ള അറ്റത്ത് ഉള്ള ആ ഒരു ഹോളിലൂടെ ഒരു സ്ക്രൂ ഡ്രൈവറോ ഒരു ഇരുമ്പിൻ്റെ കമ്പിയോ ഇട്ടതിന് ശേഷം അതിൽ പിടിച്ചുകൊണ്ടാണ് ഇത് കറക്കാൻ പോകുന്നത്. ഈ ഒരു ഇരുമ്പിൻ്റെ പൈപ്പിനാണ് നമ്മൾ തുളയിടാൻ പോകുന്നത്. ഈ ഇടയിലുള്ള ബോൾട്ടിൽ ചെറുതായിട്ട് പിടിക്കുക. അതിനുശേഷം മുകളിലെ സ്ക്രൂ ഡ്രൈവർ വെച്ചുകൊണ്ട് കറക്കുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ഈ ചക്ക് അടിയിലേക്ക് ഇറങ്ങി പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇരുമ്പിൻ്റെ പൈപ്പിൽ മുട്ടിയതിന് ശേഷം പിന്നീട് നന്നായിട്ട് മുറുക്കി പിടിക്കേണ്ടതില്ല. ഈ ഞെട്ടിൽ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ മതി. ഇറങ്ങുന്നതിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചു കൊടുത്താൽ മതി. പതിയെ ഈ ഒരു ബിറ്റ് ഇരുമ്പിൻ്റെ പൈപ്പിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. സാധാരണ ഒരു ഹാൻഡ് ഡ്രിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റാൻഡ് ഡ്രിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹോൾ ഇടുകയാണെങ്കിൽ നമുക്കൊരു 10 സെക്കൻഡ് കൊണ്ടോ 20 സെക്കൻഡ് കൊണ്ടോ ഹോൾ ഇടാൻ സാധിക്കുമെങ്കിൽ ഇതുകൊണ്ട് നമുക്കൊരു 30-40 സെക്കൻഡിൻ്റെ ഉള്ളിൽ, ഏറിപ്പോയാൽ ഒരു 30-40 സെക്കൻഡിന് അകത്ത് നമുക്ക് ഇതുകൊണ്ട് ഹോൾ ഇടാനായിട്ട് സാധിക്കും. ഇനി ഞാനിത് ടൈമർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര പെട്ടെന്ന് ഇതിന് ഹോൾ ഇടാൻ സാധിക്കുന്നു എന്ന് കാണിക്കാം. കണ്ടോ, ഇപ്പോൾ 25 സെക്കൻഡ് കൊണ്ടാണ് നമുക്ക് ഇത് ഹോൾ ഇടാനായിട്ട് സാധിച്ചത്. മുകളിലുള്ള ബോൾട്ട് നമ്മൾ എത്ര സ്പീഡിൽ കറക്കുന്നു അത്രയും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഹോൾ ഇടാനായിട്ട് സാധിക്കും.
ഒന്നുകൂടി ടൈമർ സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ കാണിക്കാം. ഇതിൽ ബിറ്റ് ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബിറ്റ് ഇട്ടിട്ടുള്ളത് 6mm ബിറ്റാണ്. ഇനി ഇതുകൊണ്ട് നമുക്കൊന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് നോക്കാം എത്ര സെക്കൻഡ് കൊണ്ട് ഹോൾഡ് ഇടാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് നോക്കാം. കണ്ടോ, ഹോളായിട്ടുണ്ട്. ഇത് ഇപ്പോൾ നമുക്ക് ഹോൾ ഇടാനായിട്ട് സാധിച്ചത് 49 സെക്കൻഡ് കൊണ്ടാണ്. കണ്ടോ, ഒരു ഇരുമ്പിൻ്റെ പൈപ്പിന് ഹോൾ ഇടാൻ നമുക്ക് 49 സെക്കൻഡ് കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രില്ലിംഗ് മെഷീനിനുള്ള ബദൽ സംവിധാനം എന്ന രീതിയിലല്ല ഇത് ചെയ്യുന്നത്. വൈദ്യുതി ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഇരുമ്പിന് ഹോൾ ഇടാനായിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം എന്നതാണ് തിയറിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇരുമ്പിൻ്റെ പൈപ്പിന് മാത്രമായിട്ടല്ല, ആംഗ്ലയറിനോ പട്ടക്കോ എത്ര ഗേജ് കൂടിയതായിക്കോട്ടെ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ ഈ ഒരു ടൂളിലൂടെ നമുക്ക് ഹോൾ ഇടാനായിട്ട് സാധിക്കും. അതിന് അല്പം സമയം കൂടുതൽ വേണ്ടി വരും എന്ന് മാത്രം. അപ്പൊ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കുക. ഓരോ ശനിയാഴ്ചകളിലും അപ്ലോഡ് ചെയ്യാറുള്ള പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കി വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.